ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ, നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇവിടെ ഷോപ്പിംഗ് കാർട്ട് എംപ്റ്റി ആണ്. ഇവിടെ വേണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടി കൊടുക്കാം. ഷോപ്പിംഗ് കാർട്ട് എംപ്റ്റി ആണെങ്കിൽ നമുക്ക് ചെക്ക് ഔട്ട് യുവർ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ള കണ്ടന്റ് മാത്രം മതി. പ്ലീസ് ക്ലിക്ക് ഹിയർ വേണമെങ്കിൽ അതും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സെഷൻ പോലെ ഹോം പേജിൽ നിന്ന് എന്ത് ചെയ്യുക, സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസറിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആഡ് ടു കാർട്ട് കൊടുത്തിട്ടുണ്ട്, കാർട്ടിലൊരു ഐറ്റം ആഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം കൂടി ആഡ് ചെയ്ത് നോക്കുക. ടോട്ടൽ 2 ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പേ വിത്ത് റേസർ പേ കൊടുക്കുക. അപ്പോൾ ലോഗിനിലേക്ക് വരും. സോ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യാത്ത ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിൻ ഓപ്ഷൻ വരും. സോ എന്ത് കൊടുക്കുക, ഞാനിപ്പോൾ ഒരു നെയിമും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ പേജ് ആണ്. ദെൻ ബാക്ക് ടു കാർട്ടിലേക്ക് പോവുക. കണ്ടോ, കാർട്ടിലൊരായിട്ടേ അത് ഓൾറെഡി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആ പ്രൊഫൈലിലേക്ക് പോയി ആ ഐറ്റംസ് ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്ത് വരുന്നില്ല. അതും നമുക്ക് നോക്കേണ്ടതുണ്ട്. അനുവായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് വരുമായിരിക്കും. അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കുന്ന ടൈമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുത്താലും മതി. അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. +24 115 കറക്റ്റ് ആണ്. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കണ്ടീഷൻ ആഡ് ചെയ്താലും നല്ലതാട്ടോ. ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ പേ വിത്ത് റേസർ പേ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ വരുന്നത് നോക്കാം. ചെക്ക് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട്. ചെക്ക് ഔട്ടിൽ ക്വറീസ് ഒന്നും കൊടുത്തിട്ട് ഇതേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ഔട്ടിൻ്റെ URL പി വൈ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാർട്ടിൻ്റെ URL പോകുന്നുണ്ട്. ചെക്ക് ഔട്ടിൽ ചെക്ക് ഔട്ട് ആണ് കൊടുക്കുന്നത്. സോ വ്യൂവിലേക്ക് പോവാം. വ്യൂവിൽ ചെക്ക് ഔട്ടിൽ ഏത് പേജാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ഔട്ടിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് payment.html ആണ്. payment.html ക്വറി നോക്കുക. ഒന്നും കൊടുത്തിട്ടില്ല ബോഡീൻ്റെ ഉള്ളിൽ. സോ അതുകൊണ്ടാണ് അവിടെ എംപ്റ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അത്രയും നമ്മൾ കൊടുത്ത ക്വറീസ് അവിടെ വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ അവിടെ ആഡ് ചെയ്താൽ മതി. യൂസർ ഒതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഐറ്റംസ് ആഡ് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്താൽ ആ ഒരു ഇഷ്യൂ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം,
അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. സോ payment.html നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യാം. ഇത് ഇത്രയും വരെയുള്ള URL കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. payment.html ബോഡി ടാഗിൽ വേണമെങ്കിൽ ടൈറ്റിൽ ചെക്ക്ഔട്ട് ആൻഡ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ബോഡി ടാഗിൽ വേണമെങ്കിൽ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. CDN ഒക്കെ നമ്മൾ ഓക്കെ, ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കാം. കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കോമൺ സ്റ്റൈൽ അവിടെ കിട്ടും. ബാക്ക് ഓപ്ഷനും ഉണ്ടാവും. ബാക്ക് ടു ഹോം പേജിലേക്ക് പോകണമെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ടാവും. സോ ടൈറ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റുന്നുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്? ചെക്ക് ഔട്ട് ആൻഡ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ടൈറ്റിലായിട്ട്. ദെൻ മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. ചെക്ക്ഔട്ട് ആൻഡ് പേയ്മെന്റ് പേസ് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സോ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് കണ്ടന്റ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഡിവ് കൊടുക്കുന്നുണ്ട്. സോ ഡിവിൽ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു BG ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് BG ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിവ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഐദർ ബോഡി ടാഗിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് കണ്ടന്റ് കൊടുത്തത് കൊണ്ട് ഇതേപോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ദെൻ ബ്ലോക്ക് കണ്ടന്റ് ക്ലോസ് ചെയ്യാനും മറക്കരുത്. ഇത് കൊടുക്കാം. എൻ്റെ ബ്ലോക്കും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഒരു ഡിവ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ടാബ് സ്പേസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് അലൈൻമെന്റ് വൃത്തികേടായിട്ട് കിടക്കും. സോ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഡിവിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക? നെക്സ്റ്റ് സ്റ്റൈലിംഗ് ആഡ് ചെയ്യണം. സോ ഒരു ഡിവും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിവിന് ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നർ ആണ് കൊടുക്കുന്നത്. MT5 കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡിവ് ടാഗ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് കൊടുക്കുന്നുണ്ട്. കാർഡായിട്ടാണ് കൊടുക്കുന്നത്. കാർഡ് ഷാഡോ വേണം. ദെൻ P-4 കൊടുക്കുന്നുണ്ട്. ഒരു H2 ടാഗാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. H2 ടാഗിന് ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ആയിട്ട് ടെക്സ്റ്റ് സെൻറ്റർ അപ്പം തന്നെ MB-4 കൊടുക്കുന്നുണ്ട്. ദെൻ ടെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് ഓർഡർ സമ്മറി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് H2 ടാഗിൽ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം നമ്മളൊരു ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടേബിളിന് ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ആയിട്ട് ബിഫോർ ദാറ്റ് ഓക്കെ. സോ ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ടേബിളിന് ഞാൻ ടേബിൾ ഡിസൈനും കൊടുക്കും. ഓക്കെ, ടേബിൾ ഒപ്പം തന്നെ ടേബിൾ ബോർഡർ വേണം.
ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഡബിൾ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ടി ഹെഡ് കൊടുക്കാൻ പറ്റും. സോ ടി ഹെഡ് ടാഗ് കൊടുക്കുന്നുണ്ട്. ടി ഹെഡിനും ഇതേപോലെ ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്ത് കൊടുക്കുക, ഡബിൾ സെക്കൻഡറി കൊടുത്തിട്ടുണ്ട് ക്ലാസ് ആയിട്ട്. ദെൻ ടി ഹെഡിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടി ആർ ടാഗ് കൊടുക്കുന്നുണ്ട്. ടി ആർ ടാഗിൻ്റെ ഉള്ളിൽ ഒരു ടി എച്ച് ടാഗ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് ടി എച്ച് കൊടുക്കുക. ക്വാണ്ടിറ്റി, പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ടി എച്ച് ടാഗിൽ പ്രൈസ് ആഡ് ചെയ്യുക. അതേപോലെ പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സബ് ടോട്ടലാണ്. എന്ത് കൊടുക്കുക, സബ് ടോട്ടൽ കൊടുക്കുക. സിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ്സിൽ സിമ്പിൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. സബ് ടോട്ടലിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതേപോലെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡോളർ സിമ്പിൾ ആഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ റുപ്പീസ് സിമ്പിൾ ആഡ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ ടി ഹെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ടി ബോഡി ആണ്. സോ നെക്സ്റ്റ് ടി ബോഡി ടാഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് കേർലി ബ്രാക്കറ്റ്സ്, പെർസെൻറ്റേജ് സിമ്പിൾ, ഫോർ ഐറ്റമിൻ കാർട്ട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു ടി ആർ ടാഗ് കൊടുക്കുന്നുണ്ട്. ടി ആർ ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റ് നെയിം, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, പ്രൈസ് നമ്മൾ മുകളിൽ കൊടുത്ത ഹെഡിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ നമ്മളിവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. സോ ടി ഡി ടാഗായിട്ട് കൊടുക്കുന്നുണ്ട്. ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് നെയിം കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ കേർലി ബ്രാക്കറ്റ്സ് മിസ്മാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് കറക്റ്റ് ചെയ്യാം. സോ പ്രൊഡക്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ടി ഡി നെയിം, ടി ഡിൻ്റെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക. പിന്നെ അതേപോലെ നെക്സ്റ്റ് ടി ഡി ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ടി ടി ടാഗിൻ്റെ ഉള്ളിൽ എന്താണ്, ഐറ്റത്തിൻ്റെ സബ് ടോട്ടലും കൂടെ വേണം. അഗെയിൻ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ഐറ്റം ഡോട്ട് സബ് ടോട്ടൽ കൊടുക്കാം. ദെൻ ടി ആർ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ മുകളിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഫോർ ലുപ്പും കൂടി ക്ലോസ് ചെയ്യാൻ നോക്കുക. സോ കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എന്ത് കൊടുക്കുക, എൻഡ് ഫോർ കൊടുക്കാം. ദെൻ ടി ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് എന്താണ്, ആക്ച്വൽ ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് പോവാം. ടേബിൾ ടാഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാം. സോ ടേബിൾ ടാഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു H4 ടാഗ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് എൻഡ് MP3 കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ടോട്ടൽ ഡോളർ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റുപ്പീസ് ആണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഡിവ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിവ് ടാഗ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കാൻ T-4 കൊടുക്കുന്നുണ്ട്. ദെൻ ബട്ടണ് നമ്മളൊരു ഐഡിയ ആണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ സ്ക്രിപ്റ്റ് ക്വറി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ID ഈക്വൽസ് റേസർ പേ. ബട്ടൺ 1 കൊടുക്കുന്നുണ്ട്.
തന്നെ ഒരു ക്ലാസ് കൊടുക്കാം. എന്താണ് BTN സക്സസ് കൊടുക്കാം. BTN സക്സസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BTN LG കൊടുക്കാൻ പറ്റും. സോ അതൊരു ചെറിയ സൈസായിട്ട് നമുക്ക് അവിടെ കിട്ടും. പേ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക. ടോട്ടൽ പാസ് ചെയ്യണം. ദെൻ ബട്ടൺ ടാഗ് ക്ലോസ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ 3 ഡിവാണ് ഓപ്പൺ ചെയ്തത്, അത് 3 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഡിവാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ തീമോ കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്രീഫില്ലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. സോ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സ്ക്രിപ്റ്റും കൂടി നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് SRC കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ചെക്ക്ഔട്ട് പേജിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, കീ കൊടുക്കുക. കീ കൊടുക്കുന്നുണ്ട്. കോളൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റേസർ പേ കീ കൊടുക്കുന്നുണ്ട്. കോമ amount കൊടുക്കുന്നുണ്ട്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ഡോട്ട് amount കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കോമ. നെക്സ്റ്റ് കറൻസിയാണ്. കറൻസി കോളം കോഡ്സിൽ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ INR കൊടുക്കുക, ഡോളർ ആണെങ്കിൽ ഡോളർ കൊടുക്കുക. ഞാനിപ്പോൾ സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് INR ആണ് കൊടുക്കുന്നത്. ദെൻ നെയിം ജാങ്കോ സ്റ്റോർ കൊടുക്കുന്നുണ്ട്. കോമ ഡിസ്ക്രിപ്ഷൻ പർച്ചേസ് എമൗണ്ട് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പർച്ചേസ് പേയ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സോ പർച്ചേസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓർഡർ ID ആണ്. സോ അത് നമ്മൾ പാസ് ചെയ്യേണ്ട വാല്യൂ ആണ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഓർഡർ ID കൊടുക്കുക. ദെൻ അഗെയിൻ കോളൻ ഡബിൾ കോട്ട്സിനുള്ളിൽ ഡബിൾ കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ പേയ്മെൻറ്റ് ഡോട്ട് ID കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ കോമ ഹാൻഡ്ലർ കൊടുക്കുന്നുണ്ട്. കോളൻ ഫങ്ഷനാണ് കൊടുക്കുന്നത്. റെസ്പോൺസ് ദെൻ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ
എന്താണ് വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഡോട്ട് href കൊടുക്കുന്നുണ്ട് ഈക്വൽസ് /cart/ പേയ്മെന്റ് സക്സസ് സക്സസിൻ്റെ എസ് കൂടുതലാണ് കാർട്ട് / പേയ്മെന്റ് സക്സസ് / ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇതാണ് ഓർഡർ ഐ ഡി നമുക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. ഓർഡർ ഐ ഡി ഈക്വൽസ് ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓർഡർ ഡോട്ട് ഐ ഡി ദെൻ ആൻഡ് സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് പേയ്മെന്റ് ഐ ഡി ഈക്വൽസ് ഡബിൾ ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യുക പ്ലസ് ഇത് കൊടുക്കുക റെസ്പോൺസ് ഡോട്ട് റീസർപേ പേയ്മെന്റ് ഐ ഡി പ്ലസ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആംബസാൻഡ് സിമ്പിൾ കൊടുക്കുക. ദെൻ നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, സിഗ്നേച്ചർ ആഡ് ചെയ്യുക. സിഗ്നേച്ചർ കഴിഞ്ഞിട്ട് ഈക്വൽസ് ഉണ്ട്. ദെൻ അതിന് ശേഷം അഗെയിൻ പ്ലസ് കൊടുക്കുക റെസ്പോൺസ് ഡോട്ട് റീസർപേ അണ്ടർസ്കോർ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. സെമിക്കോളം കൊടുത്ത് ആ ഒരു ലൈൻ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓൾറെഡി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ദെൻ എന്ത് ചെയ്യുക, കേർലി ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ അടുത്തത് പ്രീഫില്ലാണ്. സോ പ്രീഫില്ല് കൊടുക്കുക, കോളൻ സ്പേസ് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സ് നെയിം ദെൻ കോളൻ കേർലി ബ്രാക്കറ്റ്സ് കേർലി ബ്രാക്കറ്റ്സ് request dot user dot username then email request dot user dot email കൊടുക്കാം. then ഈ കേർലി ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുക, ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. സോ തീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തീം കോളൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റാസ് മൾട്ടിപ്പിൾ ലൈൻ ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ്സിനുള്ളിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക, ഡിക്ഷണറി പോലെ തന്നെ. സോ നെക്സ്റ്റ് കളറാണ് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല കേട്ടോ. ദെൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ #528F0 കൊടുക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് കേർലി ബ്രാക്കറ്റ്സ് എന്നിട്ട് സെമിക്കോളം കൊടുത്ത് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വേരിയബിൾ കൊടുക്കാം. സോ നെക്സ്റ്റ് കൊടുക്കാം var space rzp1 equals new razorpay ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്ന് കൊടുക്കുക. ഓപ്ഷൻസ് കൊടുക്കുക, സെമിക്കോളം കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഐ ഡി വെച്ചിട്ട് എലമെൻറ്റിനെ ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ആണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുക. സോ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ rzp-button1 കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഓൺ ക്ലിക്ക് കൊടുക്കുക. ഓൺ ക്ലിക്ക് ഈക്വൽസ് ഫംഗ്ഷൻ എക്സെപ്ഷൻ ഇ കൊടുക്കുക. ദെൻ കേർലി ബ്രാക്കറ്റ്സ് ആണ്. കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എൻ്റർ അടിക്കുക. rzp1 ഡോട്ട് ഓപ്പൺ ചെയ്യാമെന്ന് കൊടുക്കുന്നുണ്ട്.
ദെൻ സെമിക്കോളം കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈ ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് കൊടുക്കുന്നുണ്ട്. ഡിഫോൾട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ സെമിക്കോളം കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ക്വറീസ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ലൈവ് ക്ലോസ് ചെയ്തു. ബോഡി എൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത്രയും സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പേയ്മെൻറ്റ് സക്സസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. വ്യൂവിൽ പേയ്മെൻറ്റ് സക്സസ്സിൽ ഓക്കെ ഓർഡർ ഐ ഡി, പേയ്മെൻറ്റ് ഐ ഡി, സിഗ്നേച്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിട്ടേൺ റെൻഡർ കൊടുക്കുമ്പോൾ സക്സസ് പേജിലേക്കാണല്ലോ കൊടുക്കുന്നത്. ഓർഡർ ഐ ഡി, പേയ്മെൻറ്റ് ഐ ഡി, അതേപോലെ തന്നെ ഇതിപ്പോൾ ഓർഡർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഐ ഡിയും ഇതും കൂടി വേണമെങ്കിൽ പാസ് ചെയ്യാം. success.html ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഓർഡർ ഐ ഡിയും ഓക്കെ ഓർഡർ പാസ് ചെയ്താൽ ഓർഡർ ഐ ഡിയും ടോട്ടൽ എമൗണ്ട് മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. പേയ്മെൻറ്റ്.html നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ പാത്ത് ആഡ് ചെയ്തിട്ടില്ലെന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പേയ്മെൻറ്റ് സക്സസ്സിലേക്ക് എന്ത് ചെയ്യുക, URLs പോയി നോക്കാം. പേയ്മെൻറ്റ് സക്സസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നമുക്കിനി റിഫ്രഷ് ചെയ്ത് നോക്കാം. ബാക്ക് ടു അവർ ബ്രൗസർ റിഫ്രഷ് ചെയ്യുക. ചെക്കൗട്ട് പേജിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ചെക്കൗട്ട് ആൻഡ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഐറ്റംസ്, ക്വാണ്ടിറ്റി, ദെൻ ടോട്ടൽ പ്രൈസ് നമുക്ക് ഇതേപോലെ വരുന്നുണ്ട്. ഓക്കെ ഓർഡർ സമ്മറി പോലെ നമുക്കിവിടെ വരുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ദെൻ പേ കൊടുക്കാം. ഓക്കെ നമ്മൾ INR ആയിരുന്നില്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഏതാ രൂപേന്റെ ആയതുകൊണ്ടാണ് സൈൻ സിമ്പിൾ വന്നേ. ഡോളർ സൈൻ അത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തതല്ലേ. എങ്ങനെ? പ്രൈസ് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തതല്ല, INR കൊടുത്തതുകൊണ്ടാണ് ഇവിടെ റുപ്പീസ് സിമ്പിൾ വന്നത്. ആണോ? ഞാൻ ടെംപ്ലേറ്റില് വന്നിട്ടുണ്ടായിരുന്നില്ലേ? വെയിറ്റ്, ടെംപ്ലേറ്റ് ഡോളർ സിമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മള് ബട്ടണിൽ സ്റ്റൈലിംഗ് കൊടുത്തല്ല, അതൊരു സിമ്പിൾ മാറ്റണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. റുപ്പീസ് സിമ്പിൾ എടുക്കുക. കോപ്പി ചെയ്യുന്നുണ്ട്. സൈറ്റിൽ പോവാ. payment.html ബട്ടണിലൊക്കെ കണ്ടോ ഡോളർ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടലിലൊക്കെ മാറ്റിയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. വേറെ ഇവിടെയും നമ്മൾ അതാ കൊടുത്തിരിക്കുന്നത്. അത് സിമ്പിൾ മാറ്റിയാൽ മതി. ബ്രൗസറിലേക്ക് പോകുന്നുണ്ട്. പേ കൊടുത്തു കഴിഞ്ഞാൽ റേസർ പേൻ്റെ ആ ഒരു പേയ്മെൻറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ എൻ്റെ ഫോൺ നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഇവിടെ കാർഡ് ആണെങ്കിൽ കാർഡ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത്, വാലറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ പേ ലേറ്റർ ആണ് കൊടുക്കുന്നത്. ഇതിലേത് മെത്തേഡ് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുക. വാലറ്റ്സ് ഉണ്ടെങ്കിൽ വാലറ്റ്സ് ഓപ്ഷൻസ് ഉണ്ട്. അതിലും നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നമുക്ക് ബാങ്ക്സ് ത്രൂ ഏതൊക്കെ ബാങ്ക്സ് ആണ് അവൈലബിൾ, ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും അവൈലബിൾ ആണ്. സോ ഇതിലെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. സോ കാർഡ്സ് ആണെങ്കിൽ കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, കൊടുക്കാം. ഓക്കെ നമ്മള് ഡോളർ സിംബൽ കൊടുത്തിട്ട് അത് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ചേഞ്ചോ? റിഫ്രഷ് ചെയ്തിട്ടുണ്ടായില്ല സൈറ്റ്. ഒരു OTP വന്നിട്ടുണ്ട്. അത് റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. 364053. ബ്ലാങ്ക് പേജ് ആണ് വന്നിരിക്കുന്നത്.
ക്ലോസ് ചെയ്ത് വിടുന്നുണ്ട്. ബാക്ക് ടു ഈ പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതിന് ഏത് മെത്തേഡാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ടെസ്റ്റ് മോഡിലാണ് എടുത്തിരിക്കുന്നത്, ആക്ച്വൽ പേയ്മെൻ്റ് അല്ല വരുന്നത്. സോ ഞാൻ എക്സിറ്റ് ചെയ്യുന്നുണ്ടത്. ഇവിടെ ചേഞ്ചസ് വരാൻ ഞാൻ റിഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് മോഡിലേക്ക്, നിങ്ങളിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് മോഡ് തന്നെ ആവണം എന്നില്ല യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു പേയ്മെൻറ്റ് മോഡിലേക്ക് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിപ്പോൾ പേയ്മെൻറ്റ് മോഡിലേക്ക് പോയിട്ട് റെസിപ്പി ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ കാര്യങ്ങളൊക്കെ, ഇവിടെ ലാംഗ്വേജ് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്ത സ്റ്റോറിൻ്റെ നെയിം മൈ ജാങ്കോ സ്റ്റോർ നമ്മൾ കൊടുത്ത നെയിമാണ്. ദെൻ അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആക്ച്വൽ പേയ്മെൻ്റ് അല്ല, സോ അതിൻ്റേതായ ഡിഫറൻസ് അതിലുണ്ടാവും. ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? സക്സസ്ഫുൾ പേയ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഒരു ടേബിൾ പോലെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൂടി എന്ത് ചെയ്യുക, ഹോം പേജിൽ കൊടുക്കണം. ഇതിപ്പോൾ ചെക്കൗട്ട് പേജ് ആണ്. നമുക്കിനി പ്രൊഫൈലിന് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഹോം പേജിൽ തന്നെ പ്രൊഫൈലിന് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ചോയ്സാണ്. വേണമെങ്കിൽ ഹോം പേജിൽ പ്രൊഫൈൽ ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് ഓർഡർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഡീറ്റെയിൽസ് ജസ്റ്റ് ടേബിൾ പോലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായി, പ്രീവിയസ് ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ പേജ് നമ്മളിവിടെ ഓപ്ഷനായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വെൽക്കം അനുവിൻ്റെ ഒപ്പം ലോഗിന് തൊട്ട് മുമ്പായിട്ട് എന്തും കൂടെ കൊടുക്കാൻ വേണമെങ്കിൽ പ്രൊഫൈൽ പേജിക്ക് വേണമെങ്കിൽ ഒരു ഇത് കൊടുക്കാം. കാറ്റഗറി ഡോട്ട് HTML പോവാം. ലോഗിൻ പേജ് ലോഗിൻ്റെ ക്വറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണ്. ബാറിൽ നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ആഡ് ചെയ്തിട്ടില്ല. ആണെങ്കിൽ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ലോഗിൻ ലോഗൗട്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ വെൽക്കം അനു മാത്രം ഇവിടെ കൊടുത്തിട്ട് ലോഗൗട്ട് ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ പോലെയോ അല്ലെങ്കിൽ ഇവിടെ ബട്ടൺസ് പോലെ തന്നെ ആഡ് ഓൺ ചെയ്താലും മതി. പ്രൊഫൈൽ ഓപ്ഷൻ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്ത് പോവാം. കാർഡ് പേജിലേക്ക് പോകുന്നുണ്ട്. വെൽക്കം മെസ്സേജ് ഐ തിങ്ക് ബേസ് ഡോട്ട് HTML ആണ് നമ്മളത് ആഡ് ചെയ്തതെന്ന് തോന്നുന്നു. ഏത് പേജാന്ന് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാം. യെസ്, വെൽക്കം യൂസർ നെയിം കൊടുത്ത് നമ്മൾ ബേസ് ഡോട്ട് HTML ആയിരുന്നു. യൂസർ നെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആങ്കർ ടാഗും കൂടി ആഡ് ചെയ്യുക. curly brackets percentage symbol URL കൊടുക്കുക. അക്കൗണ്ട്സ് കോളൻ പ്രൊഫൈൽ കൊടുക്കുക. പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടോ നോക്കുന്നുണ്ട്. ആദ്യം പ്രൊഫൈൽ വ്യൂ ആയിട്ട് കൊടുക്കാൻ URL കൊടുത്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇവിടെ ഒരു ഓർ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. പ്രൊഫൈൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ URL ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ വ്യൂസിലേക്ക് പോവാ. കാർട്ട് ഓക്കെ, ഇതിലല്ല, കാർട്ടിലല്ല, അക്കൗണ്ടിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടായി, ലോഗിൻ വ്യൂ കൊടുത്തിട്ടുണ്ടായി, ലോഗൗട്ട് പ്രൊഫൈൽ വ്യൂ ആണ്, പ്രൊഫൈൽ അണ്ടർസ്കോർ വ്യൂ ആണ്. സോ അത് അതേപോലെ തന്നെ കൊടുക്കണം. സോ ബേസ് ഡോട്ട് HTML എടുക്കുക. വെയിറ്റ്, URL കൂടി ചെക്ക് ചെയ്ത് നോക്കാം.
പ്രൊഫൈലിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് പ്രൊഫൈൽ വ്യൂ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രൊഫൈലിൽ തന്നെ കൊടുത്താൽ മതി. ദെൻ നമുക്കിനി റിഫ്രഷ് ചെയ്ത് നോക്കാം ബ്രൗസറിൽ. പ്രൊഫൈൽ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പൊക്കോളും. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്ഷൻസ് കൊടുക്കുക. ഓർഡർ ഡീറ്റെയിൽസ് ഒന്നല്ലെങ്കിൽ ബട്ടൺസ് ആയിട്ട് കൊടുത്താലും മതി. ഇവിടെ ഇതേപോലെ കൊടുക്കണമെന്നില്ല. ഈ ഒരു ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു ഇഫ് കണ്ടീഷൻ നമുക്ക് എവിടെയും കൊടുക്കാം. ഇവിടെ നാവ് ബാറിൻ്റെ ഉള്ളിലും ഈ ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഡിസ്പ്ലേ ചെയ്യുന്നതും ലോഗ് ഔട്ട് കൊടുക്കുന്നതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ എന്ത് ചെയ്യുക, ഒരു ഫോർ ലുക്ക് കൊടുത്തിട്ട് ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ടേബിൾ ഫോമാറ്റിൽ പ്രീവിയസ് ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന രീതിക്ക് ഓർഡർ ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഇതിൽ അഡീഷണലി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പ്രൊഫൈലിൽ വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ യൂസറിൻ്റെ രജിസ്ട്രേഷനിൽ വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിനൊരു ഓഫർ, കോംബോ ഓഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഓഫർ ആഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതേ ഫോമാറ്റിൽ തന്നെ എന്ത് ചെയ്യുക, ഓർഡറിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടൊക്കെ ഓഫേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു കമ്പനി ലെവൽ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് പോവാം കേട്ടോ. ഓർഡർ ഡീറ്റെയിൽസ് ടാബ്ലർ ഫോമാറ്റിൽ പോകുന്നതായിരിക്കും ബെറ്റർ. സോ അതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇനി ഫൂട്ടറിൻ്റെ കേസിൽ ഫൂട്ടറിന് ഷെയ്ഡ് വേണമെങ്കിൽ നമ്മളെ മാം, പിന്നെ അതായത് നമ്മള് മൊബൈലിന് ഈ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മോഡിൽ തന്നെ കിട്ടുമോ വെബ്സൈറ്റ്? ഡിപ്പെൻസ്. അത് ചില ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എടുത്താലും കുഴപ്പമില്ല. ബട്ട് മൊബൈൽ വ്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ എടുക്കുന്ന ടെംപ്ലേറ്റിനനുസരിച്ചിരിക്കും. കണ്ടന്റിലൂടെ നമ്മൾ ഏത് വെബ്സൈറ്റ് ഇപ്പോൾ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവും. ഏതൊരു വെബ്സൈറ്റും നമുക്ക് ഫോണിൽ ഓപ്പൺ ആവും. ബട്ട് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റിനനുസരിച്ചിരിക്കും അതിൻ്റെ ബാക്കി. ഓക്കെ. അത് നമുക്ക് ഡിപ്ലോയ്മെന്റ് നമ്മൾ AWS വെച്ചിട്ടാണോ ചെയ്യുക, അല്ലെങ്കിൽ AWS വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ ഹോസ്റ്റിംഗ് ഒരു സൈറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. സ്റ്റാറ്റിക്കിൽ മൈ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും CSS. സ്റ്റാറ്റിക്കിലാണ് നോക്കുന്നത്. ഫോട്ടോൻ്റെ കളർ ആഡ് ചെയ്തത് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, മൈ ഫോട്ടോനകത്ത് ചേഞ്ചസ് വന്നിട്ടില്ല. Photo.html പോവുക, ചെക്ക് ചെയ്ത് നോക്കുക. കളർ ചേഞ്ച് ആയിട്ടില്ല. അത് സ്റ്റൈലിങ് വേറെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നോക്കാൻ വരുന്നുണ്ടോന്ന്. അത് നമ്മുടെ ഫോട്ടോനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ലോഡ് സ്റ്റാറ്റിക് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ലോഡ് സ്റ്റാറ്റിക് കൊടുക്കുക. ലോഡ് സ്റ്റാറ്റിക് കൊടുക്കുക. ദെൻ ബ്രൗസറിൽ പോയി റിഫ്രഷ് ചെയ്യാം.
വന്നിട്ടില്ല. കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇൻസ്പെക്ട് അടിക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് അവിടെ കളർ വരാത്തത്. സെലക്ഷൻ വരുന്നില്ലായിരുന്നു. ടെക്സ്റ്റ് സെൻറ്റർ മൈ ഫൂട്ടർ എന്ന് പറയുന്ന ഡിഗ്രിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ സ്റ്റൈലിങ് വന്നിട്ടില്ല. CDN. Curly brackets percentage symbol. Extends base HTML കൊടുക്കുന്നുണ്ട്. then ചെയ്യുന്നുണ്ട്. റിക്കർഷനൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം റിക്കർഷൻ വിട്ടാണ് ഷോപ്പ് റീസ്റ്റോർ ഔട്ട്പുട്ട് ക്യാറ്റിൻ്റെ അവിടെയാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. പേജ് ബേസ്ഡ് HTML അതിലേക്ക് ലോഡായിട്ടുണ്ടോ. സോ അതിൻ്റെ സ്റ്റൈലിങ് സ്റ്റാറ്റിക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ കളർ വന്നിട്ടില്ല. ഫൂട്ടറിനൊന്നും കൂടി നോക്കണം. അല്ലെങ്കിൽ മാനുവലി ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റൈൽ ആഡ് ചെയ്യുക. അതായാലും കുഴപ്പമില്ല. ഫൂട്ടറിൽ നോക്കുക. ഓക്കെ, മാനുവലി കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. അത് കണക്റ്റ് ആവാത്തതിൻ്റെ ഇഷ്യൂ ആണ്. ഇപ്പോൾ കണക്ഷൻ ഇഷ്യൂ ആണ്. സോ മാനുവലി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഫൂട്ടറിൻ്റെ കേസിൽ. പിന്നെ താഴെ ഫൂട്ടർ കൊടുക്കുമ്പോൾ ഇത്രയും മാത്രമല്ല, കോപ്പി റൈറ്റ് മാത്രമല്ലാതെ താഴെ വേണമെങ്കിൽ എന്ത് ഓപ്ഷൻസ് കൊടുക്കാം. ഇതേപോലെ ലോഗിൻ ഓപ്ഷൻ ഒക്കെ ഒരു സൈറ്റ് റെഫർ ചെയ്തിട്ട് ലോഗിൻ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വറീസ് എടുക്കാൻ അറിയാമല്ലോ. ഒന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് ചാറ്റ് ജി പി ടിയിൽ കൊടുത്താലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വറി നമുക്ക് അവിടെ കിട്ടും. ഏത് സ്റ്റൈലിംഗ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള ക്വറി ചാറ്റ് ജി പി ടി വേണമെങ്കിൽ കിട്ടും. അതെല്ലാം മാനുവലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ദെൻ ഇതുപോലെയുള്ള പിക്ചേഴ്സ് ഈ ഒരു സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഐറ്റംസ് കൊടുക്കുന്ന ടൈമിൽ. ദെൻ ക്യാൻവ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ മൈ വാൾ എന്ന് പറയുന്ന സൈറ്റ്.
ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനിപ്പോൾ മാർക്കറ്റിംഗ് ബേസ് കുറച്ച് നോക്കിയെടുക്കാം. സോ പിക്ചേഴ്സ് എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത പിക്ചേഴ്സ് നോക്കിയെടുത്താൽ കുഴപ്പമില്ല. ദെൻ ഏത് ടൈപ്പ് ഓഫ് ഇതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്തത്. സോ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ഫ്രീ ടെംപ്ലേറ്റ്സ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ കണ്ടോ, ഓരോ ഡെമോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ മോഡലാണ്. സോ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ പ്രിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് എടുത്ത് നോക്കുക. ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഫോമാറ്റ് തന്നെ വേണം നിർബന്ധമില്ല. ഇപ്പം നവബാറൊക്കെ എന്താ പറയുക, കളേർഡ് അല്ലാതെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. സോ നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഇപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കാവുന്നതാണ്. ദെൻ അതിൽ നിന്ന് ഓക്കെ പ്രിവ്യൂ ഞാനിപ്പോൾ പ്രിവ്യൂ എടുത്ത് നോക്കുന്നില്ല. ബിക്കോസ് ഫോൺ നമ്പർ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഗ്രോസറി ബേസ്ഡ് ആണോ അല്ലെങ്കിൽ വേറെ സൈറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നമുക്ക് റെഫറൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ കണ്ടോ, നാവ് ബാർന്ന് കൊടുത്തത് ഇവിടെ പ്രിവ്യൂ എടുക്കണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും. സോ വേണമെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ നാവ് ബാർ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ എന്താണ് ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ വരുന്നത്. നാവ് ബാർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി ഒരു ഫയലാക്കിയിട്ടാവില്ല മേ ബി അത് ചെയ്തിട്ടുണ്ടാവുക. സോ അത് ക്വറീസ് ഒക്കെ നോക്കുക. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് നോക്കാം. സ്റ്റോർ ഓരോ ടൈപ്പ് മെഡിക്കൽ, ഹോം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സൈറ്റ്സും നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കിട്ടും. സോ ഇതിൽ തന്നെ നോക്കണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ഒരു ഫോമാറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ലതാണ്. ആ നാവ് ബാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് അടിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ക്വറീസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഉള്ളതാണ് ഇപ്പോൾ മെയിൻലി മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റിൽ. സോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് പിക്ചേഴ്സൊക്കെ ഇതേപോലെയൊക്കെ ആഡ് ചെയ്തിട്ട് ഡെമോ പ്രൊജക്റ്റിൽ ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ദെൻ ഡിസൈൻസ്, കളേഴ്സ്. നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താണ്, നമ്മുടെ സൈറ്റ് എത്രത്തോളം ഫങ്ഷണാലിറ്റി ഉണ്ടെങ്കിലും ഫസ്റ്റ് കാണുന്ന അതിൻ്റെ ഡിസൈനാണ്. സോ മസ്റ്റായിട്ടും ഡിസൈൻ അടിപൊളിയായിരിക്കണം. അല്ലെങ്കിൽ അത് എത്ര ഫങ്ഷണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. ദെൻ പ്രൊഫഷണൽ സൈറ്റ്സിന് അധികം ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഒരു ലൈറ്റ് കളേഴ്സാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വരുന്നത്. കളർ കോമ്പിനേഷൻസ് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ഒത്തിരി കളർ കോമ്പിനേഷൻസ് അവൈലബിൾ. സോ അതിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോം പേജ് ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. സോ ഹോം പേജ് അടിപൊളിയാക്കി വെക്കുക. ദെൻ രജിസ്ട്രേഷൻ പേജ്, റിവ്യൂ, ലോഗിൻ, അങ്ങനെ ഒത്തിരി പേജസ് ഉണ്ടല്ലോ. സോ അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു സൈറ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചൂസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിരുന്നു തീംസ് വാഗണിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം. വേറെയും ഒത്തിരി സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നല്ല ടെംപ്ലേറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ മാനുവലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്താന്ന് തോന്നുന്നു. ഫുഡ് മാർട്ട് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് സജഷനിൽ. ബൂട്ട് സ്ട്രാപ്പ് 5 ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ കൊടുത്തത്. സോ കണ്ടോ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ടൈപ്പ് ഓഫ്
ടെംപ്ലേറ്റ്സ് ആണ് നമുക്ക് റെഫറൻസിന് വേണമെങ്കിൽ എടുക്കാവുന്ന ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡെമോ പോലെ എടുക്കാവുന്നതാണ്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സും വേറെ ഉണ്ട്. സോ ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കേട്ടോ. സോ അതും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സ്റ്റൈലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൈറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ഡാർക്ക് തീംസ് യൂസ് ചെയ്യാതിരിക്കുക. പ്രൊഫഷണൽ സൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. സോ അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. സോ ഓരോ കളറ് ഓരോ മീനിങ്സ് ഒക്കെയാണ് തരുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഡാർക്ക് തീംസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഐക്കൺ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഹോം അബൌട്ട് അസ്, ഇവിടെ നമ്മുടെ ഡ്രോപ്പ് ഡൗണും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സെർച്ച് ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ പിക്ചേഴ്സ് ഉണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നെക്സ്റ്റ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താലേ മൂവ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ടൈമർ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ടൈം ലിമിറ്റിൽ ഇങ്ങനെ ഓരോ ഇമേജസ് 1 by 1 ആയിട്ട് സ്വാപ്പ് ചെയ്ത് വരുന്ന രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോഴേ ആ ഒരു പിക്ചർ ആനിമേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. കണ്ടോ, ഈ ഒരു പിക്ചർ വരുന്നതും താഴെ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടായിരുന്നു. കണ്ടോ, ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ആവുന്നുണ്ട്. സോ ഇതേപോലെ ഒരു ടൈമിൽ ഇതേമാതിരി ഒരു പിക്ചർ ബൈ പിക്ചർ സ്ക്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. ദെൻ അതേപോലെ എന്താണ് ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങൾ, ഓരോ സൈറ്റ്സും റെഫർ ചെയ്യാം. എന്താണ് യൂണീക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇനി ഇതിൻ്റെ ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, ക്വറീസ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഓരോ സോഴ്സ് ആണ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലിങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്റ്റൈലിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ വരുന്ന കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വറീസും കാര്യങ്ങളും. തന്നെ ഇവിടെ സ്റ്റൈലിംഗ് ആണ്. സോ വേണമെങ്കിൽ ആ ടെംപ്ലേറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യാം, ആ സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. സബ്സ്ക്രൈബ് ഓപ്ഷനിലാണെങ്കിലും മെയിൽ ഓപ്ഷൻസ്, വാലിഡ് ആയിട്ടുള്ള മെയിലാണോ അല്ലയോ, ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ വൈറ്റ് കളർ ആവുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ ഗ്രീനിലേക്കുള്ള രീതിക്ക് മാറുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ സൈറ്റിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അതൊക്കെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. വേഗം ചെയ്ത് തീർക്കാൻ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക. നമുക്കിനി മിക്കവാറും 2-3 സെഷൻസ് കൂടി മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ അപ്ഡേഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ വേഗം ഒപ്പം എത്തിക്കുക. നമ്മുടെ പ്രൊജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിഷൻ വരും. സോ അത് സബ്മിഷൻ ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രൊജക്റ്റ് കേട്ടോ. പിന്നെ മാം, പ്രൊജക്ട് ടീം പ്രൊജക്റ്റ് ആണെന്നാ പറഞ്ഞത് സാറ്? ടീം പ്രൊജക്റ്റ് ആണോ? അങ്ങനെയാണ് സാറ് പറഞ്ഞത്. അത് ഞാൻ ചോദിച്ച് കൺഫേം ചെയ്യാം. ഇത് പിന്നെ സാർ മാം ഗിറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ കുറച്ച് എറർ വരുന്നുണ്ട്. admin.py ഇ-കൊമേഴ്സിൽ വരുന്ന മെയിൻ പേജ്, ഇ-കൊമേഴ്സിൽ വരുന്ന മെയിൻ അത് പേജ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്തായാലും പുഷ് ചെയ്യുന്നുണ്ട്. സോ നോക്കിയിട്ട് എവിടെയാണ് ഏത് ഫയലാണ് ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ സെപ്പറേറ്റ്ലി അയച്ച ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ശരി, അപ്പോൾ താങ്ക് യു.